പ്രിയപ്പെട്ടവരെ, നൈൽ നദി കാണാത്തവർക്ക്, അതിന്റെ അഴക് കാണാത്തവർക്ക്, അതിന്റെ സൗന്ദര്യം കാണാത്തവർക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സുഡാനിൽ ജോലി ചെയ്ത സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്. ഞാനും എൻ്റെ സഹപ്രവർത്തകരും. പ്രിയപ്പെട്ടവരെ, നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ ഈ നൈൽ നദിക്ക് പറയാനുണ്ട്. രണ്ട് പോഷക നദികൾ ചേർന്നതാണ് നൈൽ നദി, വെള്ളനൈലും നീലനൈലും. ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളനൈലും എത്തോപ്യൻ കുന്നുകളിൽ നിന്ന് കുതിച്ചു പാഞ്ഞു വരുന്ന നീലനൈലും സുഡാന്റെ തലസ്ഥാനമായ ഖർത്തൂമിൽ വെച്ചാണ് ഒന്നിക്കുന്നത്. ഈ സംഗമസ്ഥാനത്തെ അൽ മെഖോൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിന്നാണ് നൈൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഈജിപ്തിന്റെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ നൈൽ നദിക്ക് പറയാനുണ്ട് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. ഇത് സുഡാന്റെ തലസ്ഥാനമായ ഖർത്തൂമാണ്. നൈലിന്റെ തീരത്ത് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളും റോഡുകളും പൂന്തോട്ടങ്ങളും ഫോറസ്റ്റുകളുമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സുഡാൻ, മിസ്ർ എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നൈൽ നദിയെ ആശ്രയിച്ചാണ്. നൈൽ വഹിച്ചു കൊണ്ടുവരുന്ന ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണിൽ നിന്നാണ് സുഡാനിന്റെയും മിസ്റിന്റെയും കൃഷിഭൂമികളെ പൊന്നു വിളയിപ്പിക്കുന്നത്. സുഡാന്റെയും മിസ്റിന്റെയും പച്ചപ്പ് നൈൽ നദിയുടെ വരദാനമാണ്. സുഡാന്റെ ഖർത്തൂം എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലെ ആകാശത്തെ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും വൃത്തിയുള്ള ഒരു പട്ടണങ്ങളിലൊന്നാണ് ഖർത്തൂം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. പാർക്കുകളും ഫോറസ്റ്റുകളും നിറഞ്ഞ പച്ചയുടെ പട്ടി വിരിച്ച ഖർത്തൂം അതിന്റെ ഇരുവശങ്ങളിലുമായി നീല നിറത്തിലുള്ള നൈൽ നദി. മൂസാ നബിയുടെ ജനനം, ഫിറഔനിന്റെ മരണം നൈൽ നദിയുടെ ചരിത്രത്തിലുണ്ട്. ബൈബിളിൽ മോശയെ നൈൽ നദിയിൽ നിന്ന് ഫിറഔന്റെ മക്കൾ കണ്ടെത്തുന്നതും ബൈബിൾ പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പുരാതന കാലം മുതൽ നൈൽ നദി ഒരു പുണ്യനദിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിൻ്റെ സംസ്കാരങ്ങൾ എല്ലാം നൈൽ നദി തീരത്ത് വളർന്നത് നൈൽ നൽകിയ സമൃദ്ധി കൊണ്ട് മാത്രമാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആത്മീയവും ചരിത്രപരവുമായ വളർച്ചയും നൈൽ നദി എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
മലയാളത്തിൽ തന്നെ പല ഗാനങ്ങളും നൈൽ നദിയുടെ തീരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പല ഹിറ്റ് ഗാനങ്ങളും നൈൽ നദിയെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഇത് രാത്രിയിലെ ഖുർത്തൂം എന്ന സുഡാന്റെ തലസ്ഥാനമാണ്. ആകാശത്തു നിന്നുള്ള കാഴ്ചയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സഞ്ചാരി ട്രാവലോപ്പി അടുത്ത വീഡിയോവുമായി ഇനിയും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.